സജോ ദേവസ്യയുണ്ട്. സജോ ദേവസ്യക്കൊപ്പം നാട്ടുകാരുമുണ്ട്. സജോ, ഇപ്പോൾ ഈ ജനങ്ങൾക്ക് ആശങ്കയുണ്ടോ? ഇപ്പോൾ സംഷാദം പറയുകയായിരുന്നു പൂർണ്ണമായും ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന്. ആ ആശയക്കുഴപ്പത്തിൽ തന്നെയാണോ ഇപ്പോഴും നാട്ടുകാർ നിൽക്കുന്നത്? വേണു, ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പലവയലിനടുത്ത എടക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് ആദ്യം ഈ പ്രകമ്പനം സംബന്ധിച്ച, ഈ മുഴക്കം സംബന്ധിച്ച, ഈ അസാധാരണ ശബ്ദം സംബന്ധിച്ച വിവരം പുറത്തു വന്നത് ഈ മേഖലയിൽ നിന്നാണ്. ഇവിടെയുള്ള ആളുകളോട് തന്നെ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ ഒരു ഭാഗം എന്ന് ചോദിച്ചു നോക്കാം. ഇങ്ങനൊരു ശബ്ദം കേട്ടു, അക്കാര്യത്തിൽ നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഇതെന്താണ്? നിങ്ങൾക്ക് ആശങ്കയുണ്ടോ, അല്ലെങ്കിൽ എന്താണ് കേട്ടത്, അങ്ങനെ ഒരു ടെൻഷനുണ്ടോ? ടെൻഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ടെൻഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആശങ്കകളാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിലൊക്കെ ഈ നിൽക്കുന്ന ആൾക്കാർ തന്നെ ഇവിടെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ ആൾക്കാരെല്ലാവരും പോയിരിക്കുന്നു, അവരവരുടെ ഫാമിലി അടുത്തേക്ക് വിട്ടു. ഇവിടെ താഴെ തന്നെ ഒരു 3 ഫാമിലി പോലും, ബാക്കി എല്ലാവരും പോയിട്ടുണ്ട്. കുറേ അധികം ആളുകൾ ഇവിടുന്ന് സ്വയം മാറിയിട്ടുണ്ടല്ലേ? സ്വയമായിട്ട് അവർ മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ നിൽക്കുന്ന ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ തന്നെ, ഈ ഏരിയയിലുള്ള ആൾക്കാർ മാത്രമേ നിൽക്കുന്നത്. ഇവിടെ തന്നെ ഇവിടെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശങ്ക എന്ന് വെച്ചാൽ നല്ല ആശങ്ക തന്നെ. കാരണം മുകളിൽ കുറേ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒച്ചപ്പാടോ കാര്യങ്ങളോ കേട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ കാര്യം ഒരു കണക്കായിരിക്കും. എന്താ സംഭവം പറയാൻ പറ്റില്ല. അതുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ മരമുറി നന്നായിട്ട് അവിടെ നടക്കുന്നുണ്ട്, അതിൻ്റെ കാര്യം ചെക്ക് ചെയ്യണം. നിങ്ങൾ പോയിട്ട് നിങ്ങൾ കണ്ടിട്ട് നമുക്കറിയാം നന്നായിട്ട്. അത് നല്ലൊരു ആശങ്ക തന്നെയാണ്. കാരണം രാത്രി കിടക്കുമ്പോൾ ഇപ്പം പോയി കണ്ടതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയാണ്. കാരണം രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതാണ് അവർ പറയുന്നത്, ഒരു ക്ലിയർ പിക്ചർ കിട്ടണം. മറ്റൊന്ന്, ഇത് ഈ അമ്പുകുത്തി മല എന്ന് പറയുന്ന മലയുടെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ചേട്ടൻ ഇവിടുത്തുകാരനല്ലേ? അതെ. ഇപ്പോൾ എന്താ അങ്ങനത്തെ ഒരു എന്താണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സംഭവം തുടർച്ചയായിട്ട് ഈ മേഖലയിൽ മുൻപൊന്നും അങ്ങനെ ഒരു സംഭവങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് ഇപ്പോൾ ശരിക്കും ഭീതിയുള്ളത് ഈ മേലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. ഒരു 7-8ഓളം റിസോർട്ടുകൾ അവിടെ പണിയുന്നുണ്ട്. അതൊക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണല്ലോ. വളരെയധികം ആളുകൾ നമ്മളോട് അക്കാര്യം പറഞ്ഞിരുന്നു. അതായത് അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും അനുമതിയില്ല എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ടെറൈൻ കുറച്ച് പ്രത്യേകത ഉള്ളതാണ്. ഒരു സവിശേഷമായ അല്ലെങ്കിൽ ഒരു ദുർഘടമായ ഒരു ഭൂമിശാസ്ത്രമുള്ള മേഖലയാണ്. നിങ്ങളിത് ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന ഒരാളാണ്. ഞാൻ എൻ്റെ അച്ഛമ്മ ഉണ്ടായിരുന്നു. എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കോള് കട്ട് ചെയ്യാൻ നേരത്താണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ഒരു 10-10:15 ഉണ്ടാവും. വീട്ടിലെല്ലാവരും കേട്ടു. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് സൗണ്ട് കേട്ടിരുന്നത്. എന്താണെന്ന് നമുക്കറിയില്ല. ആ ഭീതി ഇപ്പോഴും ഉണ്ട്. ഇനി മുമ്പോട്ട് എന്താവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നല്ല പേടി തന്നെയാണ് വയനാട്ടുകാരും നമ്മളിവിടുത്തെ പ്രദേശവാസികളൊക്കെ നിൽക്കുന്നത് തന്നെ. നേരത്തെ പലരും പറയുന്നുണ്ടായിരുന്നു, ഈ അമ്പുകുത്തി മേഖലയുടെ ഒരു ഭാഗത്ത് ഭൂമി കുറേയധികം ദൂരത്തിൽ വിണ്ടു നിൽക്കുന്നു. ഒരു 60 മീറ്ററോളോ മറ്റോ 2019 ഈ മലേൻ്റെ മുകളിൽ വിണ്ട് നിൽക്കുന്നുണ്ട്. അതായത് ഒരു 100 മീറ്ററോളം മേലെ വിണ്ട് നിൽക്കുന്നുണ്ട്. അത് ഇതുവരെ ആരും കയറി നോക്കിയിട്ടൊന്നുമില്ല. നമ്മളിവിടുത്തെ നാട്ടുകാർ കുറച്ച് പേര് കയറിയാൻ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥരാരും വന്ന് നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ അതല്ലാതെ തന്നെ അവിടെ ഒരുപാട് മരങ്ങൾ ഒരുപാട് പണികൾ അവിടെ മേലെ നടക്കുന്നുണ്ട്. ഇതൊന്നും ആരും കയറി നോക്കുന്നില്ല. ഇവർ ചുമ്മാ അങ്ങനെ പറയുന്നുള്ളൂ നോക്കുന്നുണ്ട് എന്ന്. അതാണ് നിങ്ങൾ എന്താണ് ചേട്ടൻ ഇവിടുത്തുകാരനല്ലേ, എന്താ പറയാനുള്ളത്? അത് കൂടാണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ റിസോർട്ടുകളിലും ഇതിൽ കുറേ കുളങ്ങളും കാര്യങ്ങളും നിർമ്മിച്ച് ഇവിടെ ഭയങ്കര ഒരു 3-4 കുളങ്ങൾ അധികമായിട്ട് സംഭരിച്ച് വെക്കുന്നുണ്ട് ആ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ സ്വിമ്മിംഗ് പൂൾ വെച്ചിട്ടുണ്ട്. അതിപ്പം തൊട്ട മേലെ തന്നെയാണ്. അപ്പോൾ ഒന്ന് ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിക്ക് ബാധിക്കുന്ന ഒരു കേസ് തന്നെയാണത് ഈ നാട്ടുകാരെ. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ അവരുടെ ഓരോ നിലയ്ക്കുള്ള ആശങ്കകൾ പറയുന്നത്. ചേട്ടൻ ഇവിടുത്തുകാരൻ തന്നെയല്ലേ? എന്താണ് ഇങ്ങനെ തുടർച്ചയായിട്ട് ആളുകൾ, അതായത് ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നതും ഏറ്റവും വലിയ മുഴക്കം കേട്ടു എന്ന് പറയുന്നത് ഇടക്കൽ ഭാഗങ്ങളിലൊക്കെയാണ്. അപ്പോൾ അതിനോട് ചേർന്ന താഴ്വാരത്ത് വലിയ ജനവാസ മേഖല ഉണ്ട് താനും. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അനധികമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മരമുറി അതൊക്കെയാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. പിന്നെ ഇപ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം കേട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അവരെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി, ഒരു ക്ലിയർ പിക്ചർ ഇവിടെ കുറച്ച് ആളുകൾ കൂടി തരുന്നുണ്ട്. ചേട്ടൻ ഇവിടെ വീടുള്ള ആളല്ലേ, എന്താണ് പറയാനുള്ളത്? അതെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു അറിവിൽ പഞ്ചായത്തിൻ്റെ ഒരു അനുമതി ഇല്ലാതെ ഇപ്പോൾ ഇത്രയും വലിയ പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടക്കൂല. അവിടെ ഒരു കൃത്യമായ ഒരു പഠനം വേണം. ആ സ്ഥലത്തെ കുറിച്ച് വേണം. എന്തെങ്കിലും സംഭവിക്കുമോ, ഇപ്പോൾ മുത്തുമലയും ചൂരൽമല സംഭവിച്ച പോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ളതിൻ്റെ ഒരു മുൻകൂട്ടി വിവരങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അങ്ങനെ ഇത് കിട്ടിയാൽ അതിനുള്ള ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കി കിട്ടണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ചേച്ചി ഇവിടെ തന്നെയല്ലേ? ചേച്ചി ശബ്ദം കേട്ട ആളാണോ? അത് ഏത് സമയത്തായിരുന്നു? 10:15 അതൊരു ജർക്കിംഗ് പോലെ അനുഭവപ്പെട്ടോ? ശബ്ദവും ഇല്ല, ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ഇടി മുഴക്കം പോലെ ശബ്ദമേ കേട്ടുള്ളൂ. ജർക്കിംഗ് ഒന്നും അനുഭവപ്പെട്ടില്ല? ഇല്ല, വേറൊന്നും അനുഭവപ്പെട്ടില്ല. ഞങ്ങളവിടെ പാറയിലായിരുന്നു. പുല്ല് മുറിക്കാൻ പോകുമായിരുന്നു. അങ്ങനെയാണ് ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ആശങ്കയും. ചേട്ടൻ ഈ മേഖലയിലുള്ള ആളാണ്, ശബ്ദം കേട്ട ആളാണോ? അല്ല, ഞാനിവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ വീട് ഇവിടെയായിരുന്നു. അപ്പം ഇന്ന് മോനും സുഖമില്ലാണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു അസാധാരണമായ ശബ്ദം കേട്ടു. അപ്പം ഞങ്ങളപ്പോൾ തന്നെ പെട്ടെന്ന് വന്നു. എന്തായാലും ഞങ്ങൾ ഈ മലയടിവാരത്ത് ആയതുകൊണ്ട് ഇവിടെ ഈ ഉരുളൻകല്ലുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഒരു ഭീകരാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആളുകളാണ്.
പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ മോളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇന്നാണ് ഞങ്ങൾ ഇപ്പോൾ കൂട്ടമായിട്ട് ഇവിടുന്ന് അവിടെ കാരണം ഒറ്റയ്ക്ക് ഒരാൾക്ക് അവിടേക്ക് കയറി ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കൂട്ടമായിട്ട് അവിടെ കയറി ചെന്നപ്പോൾ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആശങ്ക നിലനിൽക്കുകയാണ്. കാരണം അമിതമായിട്ട് വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് താഴെയുള്ള കുടുംബങ്ങളെയൊക്കെ ബാധിക്കുന്ന രീതിയിലാണ് അവിടെ കണ്ടത് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ഞങ്ങൾ ഈ പ്രദേശത്തുകാർ മുഴുവനുള്ളത്. ഈ ചേട്ടൻ ഇവിടുത്തുകാരൻ തന്നെയല്ലേ? എന്താ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? അല്ല, നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരുപാട് അനധികൃത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ സാധാരണയായി ഒഴുകിയെത്തുന്ന ഒരു ജലത്തിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ മൊത്തം തടസ്സപ്പെടുത്തിയിട്ടാണ് അവിടെ പല നിർമ്മിതി. ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം വഴിതിരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടോ അല്ലേ? അത് തൊട്ടപ്പുറത്തെ പ്രദേശത്ത് അവർ പറയുന്ന ഒരു കാരണത്തിൽ നമ്മളൊന്ന് പോയി നോക്കി, അതിൽ സത്യാവസ്ഥ ഉണ്ട് എന്ന് അറിഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഇവിടേക്ക് ഒഴുകി വന്ന ഒരു തോടുണ്ടായിരുന്നു, ഇവിടെ കുളിക്കാനും അലക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു തോട്. അതിപ്പോൾ അവിടെ ഒരു തടഞ്ഞു വെച്ചിട്ട് ഒരു കുളമായിട്ട് നിർമ്മിച്ചു. അതായത് ഈ മേഖലയിലുള്ള ആളുകൾ പറയുന്നത് ഇത് അവർക്ക് കുറച്ച് പേർ പറഞ്ഞിരുന്നു മുൻപ് അങ്ങനെയുള്ള ഭൂമി ഉണ്ട്, ഒരു സാഹചര്യമുണ്ട്, അങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് അവരെ സംബന്ധിച്ച് അവരുടേതായ ആശങ്കയും ടെൻഷനും ഉണ്ട്. അത് കൃത്യമായി ദൂരീകരിക്കാൻ ആവശ്യമായ ഗ്രൗണ്ടിലുള്ള ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ശരി, നാട്ടുകാർക്ക് ഇപ്പോഴും ആശങ്കയാണ്. സജോയോട് സംസാരിക്കുമ്പോൾ അത് വളരെ വ്യക്തവുമാണ്.